ഞാൻ വരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മതമാണിത്. ഞാൻ ട്രാവൽ പോകുമ്പോഴത്തേക്ക് തട്ടോ അധികം യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് ടൈം ഡൽഹി പോവാണേ. അപ്പൊ ആ പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് പൈസയൊക്കെ വേണ്ടേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു. ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും ചോദിക്കുക എന്നോട്. സ്ത്രീകളെ പറ്റി തന്നെ എനിക്കൊരു ബുക്ക് എഴുതണം. ഞാൻ ഒരു സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരാളാണ്. അത് വെച്ചിട്ട് ഒരു 50 പേജിൽ ഞാൻ എഴുതിയ ബുക്കാണ് സാമൂഹിക സ്ത്രീ. വിമർശനങ്ങളിൽ മതം കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവള് തട്ട ഇട്ടുകൊണ്ട് പുറംചട്ട വെച്ചു എന്ന് വന്നിട്ടുണ്ട്. അവിടെ മതമാണ് പ്രശ്നമായിട്ട് വരുന്നത്. എന്നെ ഒരാൾ വിളിച്ചിട്ട് നീ എന്ത് തോന്നിയാസ് എഴുതി വെച്ചേക്കുന്നേ, നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അവർക്കുള്ളിലുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പെങ്കുച്ച് ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പുറകിൽ തട്ട ഇട്ടൊരു ഫോട്ടോ കൊടുത്തു. നാഗാലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. നാഗാലാൻഡ് എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മുസ്ലിം ആണെന്നൊക്കെ പറയുമ്പോൾ അവരെന്നെ മാറ്റി നിർത്തും, അയിത്തമാണെന്ന് പറയും, എന്നോട് പോവാൻ പറയുന്നൊക്കെ ഞാൻ ചിന്തിച്ചേ. ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 10 ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഹിമാചലിൽ പോകണം എന്നുള്ളത് അതിനെക്കാട്ടി വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നത് തന്നെ 23-ാമത്തെ വയസ്സിലും 24-ാമത്തെ വയസ്സിലും ഒക്കെയാണ്. അത്രയും ഒരു ടൈം എടുക്കാൻ കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കേരളമാണ്. ഇവിടെ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി ഇല്ലേ, അത് പുറത്തോട്ട് പോയാൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു ആദ്യം കിടന്നുറങ്ങുന്നത്. സേഫ്റ്റി അല്ല, എന്റെ കയ്യിൽ പിന്നെ പൈസയും ഇല്ല. പോണം എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോള്. അടുത്തുള്ള ഏതോ ഒരു ബീച്ച് ഗൂഗിൾ മാപ്പിനകത്തിട്ട് 6-7 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാൻ നടന്നു പോയത്. വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന, ഒറ്റയ്ക്ക് യാത്ര നടത്തുന്ന സുനീസയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. സുനീസാൻ തന്നെയല്ലേ പേര്? അതെ, സുനീസ. സൈക്കോളജിസ്റ്റ്. അത് ഞാനിപ്പോ പറഞ്ഞ ഇൻട്രോ ശരിയാണോ? വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ആള്, അതും ഒറ്റയ്ക്ക്. അപ്പം ഈ വായിച്ച പുസ്തകങ്ങളൊക്കെ ഇപ്പൊ എന്താ? ചെറുപ്രായത്തൊട്ട് ഞാൻ വായിക്കുമായിരുന്നു. നമുക്ക് വായനയായിരുന്നു മെയിൻ. എന്റെ മെയിൻ ഹോബി തന്നെ വായനയാണ് ഇപ്പോഴും. അത് നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മൾ ചെറുതിലെ തന്നെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അതിനകത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിറാപുഞ്ചി. ഞാനിപ്പോ ഈ ഇടയ്ക്ക് മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ടീച്ചർ പഠിപ്പിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി എന്ന്. അപ്പൊ നമുക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവുമല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പോ എനിക്കൊരു 15-ാമത്തെ വയസ്സ് തൊട്ട് ഈ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും 27-ാമത്തെ വയസ്സിലാണ് അത് സാധിക്കാൻ വേണ്ടി കഴിഞ്ഞത് തന്നെ കൊണ്ട്. ഞങ്ങൾക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പഠിപ്പിച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. ഈ ചിറാപുഞ്ചിയിൽ മഴ പെയ്യുമെന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ചിറാപുഞ്ചിയിലാണെന്നും, അതൊരു നമ്മളുടെ കാഴ്ചയിൽ അതൊരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്ന, നമ്മളൊക്കെ ഒരു സങ്കല്പങ്ങളുള്ളവരാണ്. ഇത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ കണ്ട സ്ഥലങ്ങൾ വെച്ചിട്ടേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ 15-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം 27-ൽ വരെ എത്തി നിർത്തി അതെങ്ങനെയാണ് അതിനെ ഓരോ ഘട്ടമായിട്ട് ഇപ്പൊ പ്രാവർത്തികമാക്കിയത്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഓരോന്നായിട്ട് നടന്നു. ഇപ്പൊ ഹിമാചലിൽ പോകണം എന്നുള്ളത് അതിനെക്കാട്ടി വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ മലയാളികൾക്കെന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്യാന്ന് പറഞ്ഞൊരു മെയിൻ ആയിട്ടുള്ള സംഭവമാണല്ലോ കേരളീയർക്ക്. അപ്പോ മഞ്ഞ് പെയ്യുന്ന സ്ഥലം അത് കാശ്മീരും ഹിമാചലും ആണ്. അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് നേരത്തെ തൊട്ടേ അറിയാം. അത് നടന്നത് തന്നെ 23-ാമത്തെ വയസ്സിലും 24-ാമത്തെ വയസ്സിലും ഒക്കെയാ. അത്രയും ഒരു ടൈം എടുക്കാൻ കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയാണ്. എനിക്ക് പഠിച്ച് വളർന്ന് എല്ലാം കഴിഞ്ഞൊരു ജോലി വാങ്ങിച്ച് പൈസ ആയിട്ടല്ലേ പോവാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് ഇത്രയും ഒരു ടൈം എടുത്തത്. ഇപ്പൊ തന്നെ ഞാൻ പോയപ്പോ തന്നെ ഞാൻ ആലോചിച്ചതെല്ലാം അതാണ്. ഇപ്പോഴും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇതിൽ പോണം, അത് കാണണമെന്ന് ഇപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം ഒത്തുവരുമ്പോഴല്ലേ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായും നമ്മൾ ഇപ്പൊ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് വേണേൽ സിമ്പിൾ ആയിട്ടൊക്കെ യൂട്യൂബിൽ നിന്നും വീഡിയോസ് ഒക്കെ കിട്ടും. പക്ഷെ അതിലപ്പുറം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ഭയങ്കര ഇതാണ്. പണ്ടൊക്കെ ഞാൻ ടൂറൊക്കെ പോകുമ്പോൾ മറ്റേ നമ്മൾ മൊബൈലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇതാണ്. പക്ഷെ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കത്തില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നൊരു വലിയ സാധനമാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾ 1% പോലും അത് ക്യാമറ പരത്തി നമ്മളിലേക്ക് തരുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. ഈ പറഞ്ഞ പോലെ ഈ 27 വയസ്സ് വരെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് പഠിത്തം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നീട് ഇത് വീട്ടുകാരോട് അവതരിപ്പിക്കൽ, എങ്ങനെയായിരുന്നു ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം? അതായത് ഞാൻ ചോദ്യത്തെ കുറിക്കുന്നുണ്ട്. ഞാനൊരു 17-18 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ട്രാവലിംഗ് എന്ന് പറഞ്ഞൊരു സ്വപ്നം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പൊ കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് കയറി, അതിൻ്റെ കൂടെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക്
ഒരു വലിയൊരു വണ്ടർ വേൾഡിലോട്ട് എത്തിയതുപോലാണ്. നമ്മൾ ആദ്യമായിട്ട് വീടിന് പുറത്തിറങ്ങുകയാണല്ലോ. എന്റെ വീട് പത്തനംതിട്ടയിൽ കോന്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അത്. അവിടെ ഫുള്ള് കാടൊക്കെയാണ്, ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ വരുന്നത്. അപ്പൊ അവിടുന്ന് നമ്മളൊരു വലിയ സിറ്റിയിലേക്ക് വരികയാണ്, എറണാകുളം പോലെ ഒരു വലിയ സിറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നൊന്നും അധികം കുട്ടികളൊന്നും എറണാകുളത്ത് പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ടൈം പോകുന്നത്. അപ്പൊ തന്നെ എനിക്ക് എല്ലാവരോടും വിളിച്ച് ഞാൻ പറയുന്നുണ്ട്, ഞാൻ എറണാകുളത്താണ്, ഞാൻ പഠിക്കുകയാണ്, ഞാനിവിടെ ജോലി ചെയ്യാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് എൻ്റെ ട്രാവലിങ്ങിന്റെ സ്റ്റാർട്ടിങ്. അതേപോലെ തന്നെ എനിക്ക് കോഴ്സസ് ഇങ്ങനെ പഠിച്ച് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഞാൻ എത്തി നിന്നത് മെന്റൽ ഹെൽത്ത് ഫീൽഡാണ്. എനിക്ക് എന്തോ പെട്ടെന്ന് താല്പര്യം തോന്നിയിട്ട് പെട്ടെന്ന് ഞാൻ ചൂസ് ചെയ്തൊരു ഫീൽഡായത്. ഞാൻ പഠിച്ചതൊന്നും ഇതല്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി മനുഷ്യന്റെ മെന്റൽ ഹെൽത്ത് ആണ് എല്ലാത്തിലും വലുതെന്ന്. അപ്പോഴാണ് ഞാൻ ഈ സൈക്കോളജി എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. അതിന് ശേഷം ഞാൻ സോഷ്യൽ വർക്കിംഗ് ആയിരുന്നു. അപ്പോഴും ഞാൻ ഫോറസ്റ്റ് ഏരിയയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ട്രൈബൽ ഏരിയസിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് കാടിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാനൊരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പൊ ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാല്, ഓ എന്തുകൊണ്ട് അവള് ഫോറസ്റ്റ് ഏരിയ വീണ്ടും ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ടൗൺ ഏരിയ ചൂസ് ചെയ്യുന്നില്ലെന്ന് അതൊരു സംശയമായിട്ട് വരുമല്ലോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയിട്ടുള്ളത് ഫോറസ്റ്റ് ഏരിയയിലാണ്, ഈ ട്രൈബൽ ഏരിയയിലാണ്, അതിലെല്ലാം. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മഹിളാ മന്ദിരത്തിലാണ്. ഞങ്ങളുടെ പത്തനംതിട്ട മഹിളാ മന്ദിരത്തില് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു ജോലിയാണ്. എനിക്കിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് പോലെ തന്നെ എന്റെ പ്രൊഫഷണൽ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യത്തിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോ സന്തോഷിച്ചിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അതെ, എല്ലാ മനുഷ്യരിലും ഏറ്റവും അത്യാവശ്യം സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എന്നുള്ളത് അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യും നമ്മുടെ മാനസികാരോഗ്യം. ഇപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോട് ഞാനൊന്നും പറഞ്ഞ കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു, ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ചൂസ് ചെയ്തു, ട്രാവൽ ചൂസ് ചെയ്തു, എറണാകുളം ചൂസ് ചെയ്തു. ഈ ചൂസിങ് ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ അവതരിപ്പിച്ചത്? വീട്ടിലെന്ന് പറഞ്ഞാല് പകുതി സമ്മതമായിരുന്നു, പകുതി സമ്മതം അല്ലായിരുന്നു. എന്ന് വെച്ചാൽ വേറൊന്നും കണ്ടല്ല, ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ സേഫ്റ്റി അവർ മെയിൻ ആയിട്ട് നോക്കും. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ സോളോ ട്രാവലിംഗ് പോകുമ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആദ്യം എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാനൊരു 18-ാം വയസ്സ് തൊട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഓരോരുത്തർ പോകുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഓൾ കേരള ട്രിപ്പായിരുന്നു. അപ്പോൾ ഓൾ കേരള ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആസ്വദിച്ചാണ് പോകുന്നതെങ്കിലും വീട്ടിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ ആ ക്ലാസ്സിന് പോവാണേ, ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്, അങ്ങനെ പറഞ്ഞിട്ടാ പോകുന്നേ. അത് ഒരു മറച്ചു വെക്കൽ എന്നതിലുപരി അവർക്ക് പേടി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അന്നത്തെ കാലം ഇന്നത്തെ കാലം എല്ലാം സെയിം ആണെങ്കിലും വീട്ടിൽ ഭയങ്കര പേടി വരും. അത് മാത്രമല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ആളുകൾ എന്ത് പറയും, അവരെന്ത് ചിന്തിക്കും. എനിക്ക് തോന്നുന്നു വീടിനപ്പുറത്തുള്ള ആളുകൾക്ക് പോലും ഞാൻ ഇത്ര ട്രാവൽ ചെയ്യുന്നത് ഇപ്പോഴും അറിഞ്ഞൂടാ. ഞാൻ ആരോടും പറയാറില്ല അധികം. ഞാൻ ഇന്നടത്ത് പോയി, അവിടം വരെ പോയി. അത് ചിലപ്പം വർക്ക് റിലേറ്റഡ് എന്നാണ് പലരുടെയും വിചാരം. അത് ഈ പ്രൊഫഷൻ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് അതൊക്കെ നടന്നു പോകും. ഇത് വർക്ക് റിലേറ്റഡ് ആണ്, ഞാൻ വർക്ക് റിലേറ്റഡ് ആണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അവര് ഓക്കെ, അവരങ്ങ് അത് ട്രസ്റ്റബിൾ ആണല്ലോ, കൺവിൻസിങ് ആണ്, വലിയ കുഴപ്പമില്ല. പിന്നീട് വീട്ടിൽ പിന്നെ പറയാൻ വേണ്ടി തുടങ്ങി, ഉമ്മ ഞാനിവിടെ പോകുന്നുണ്ട്, ഞാനിത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാനിത് ചെയ്യും. പിന്നെ ആയപ്പോഴത്തേക്ക് അവർക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമായി. അവള് പോയിട്ട് എങ്ങനെയാണെങ്കിലും വീട്ടിൽ തിരിച്ചു വന്നോളും, എങ്ങനെയൊക്കെ ആണെങ്കിലും അവൾ അവളുടെ സേഫ്റ്റി നോക്കിക്കോളും എന്നൊരു ചിന്ത വീട്ടിലാണെങ്കിലും വരാൻ വേണ്ടി തുടങ്ങി. എനിക്ക് പിന്നെ മെയിനായിട്ട് എൻ്റെ വീട്ടുകാരെ മാത്രം നോക്കിയാൽ മതി. ഞാൻ സൊസൈറ്റി പറയുന്ന എല്ലാ കാര്യമൊന്നും അംഗീകരിക്കാറോ ശ്രദ്ധിക്കാറോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നാലും എന്താ പറയാ, എൻ്റെ ഉമ്മ വീട്ടുകാർ എന്ത് പറയുന്നു അതിലാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ അവരൊക്കെയാണ്, ഇപ്പൊ അവർക്കറിയാം ഞാൻ ഇന്ന സ്ഥലത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, ഇന്ന കാര്യം ചെയ്യാനല്ല പോകുന്നതെന്ന് ഇപ്പൊ അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ വന്ന് ട്രാവൽ ചെയ്യുന്ന ഇതിട്ടു. അപ്പം ഈ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് എന്നുള്ളത്. അതിനെങ്ങനെയാ സർവൈവ് ചെയ്തേ? അതായത് ഞാൻ വരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മതമാണിത്, ഇതിന്റെ പ്രിൻസിപ്പൾസ് വെച്ചിട്ട്. പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ആ ഏരിയയിൽ നിന്ന് ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നില്ലെങ്കിലും ഇപ്പൊ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡൊക്കെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് മുസ്ലിംസ് ആണ്. അപ്പൊ അവർക്ക് അത് സർവൈവ് ചെയ്ത് വരാൻ പറ്റുന്നത് തന്നെ ഇപ്പൊ ആളുകൾ മാറി. ഇപ്പൊ നമ്മുടെ അവിടെ ആണെങ്കിലും ആളുകൾ മാറി, ഒരുപാട് ആളുകളിൽ മാറ്റമുണ്ട്, മാറ്റം ഇല്ലാത്തവരും ഉണ്ട്, പക്ഷെ ഒരുപാട് ആളുകളിൽ മാറ്റമുണ്ട്. അതിലാണ് നമ്മുടെ ഹോപ്പ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ മാറും, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർ മാറും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് വലിയൊരു ഹോപ്പാണ്. അപ്പം ഈ പറയുന്ന ഈ
ആദ്യമായിട്ട് പോയ സ്ഥലം ഏതായിരുന്നു? വായിച്ചിട്ട് ആദ്യമായിട്ട് കാണാൻ പോയ സ്ഥലം? നിലമ്പൂര്. നിലമ്പൂര്. അതേത് ബുക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്, നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞ. അപ്പൊ അതിനകത്ത് നിന്നാണ് എനിക്ക് നിലമ്പൂർ എന്ന് പറഞ്ഞൊരു പേര് സ്ട്രൈക്ക് ചെയ്യുന്നത്. ആ കൊള്ളാം, നല്ല നല്ല പേര്, നല്ല സ്ഥലം. അങ്ങനെയാണ് ഞാൻ നിലമ്പൂര് പോകുന്നത്. നിലമ്പൂര് പോകുന്നത് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി നിലമ്പൂരോട്ടൊരു വേ ഉണ്ട്. അത് ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഫസ്റ്റ് പോകുന്നത് അവിടെയാണ്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് പോയി. നിലമ്പൂരാണ് ഞാൻ ആദ്യമായി പോയി ശരിക്ക് കാണുന്നത്. ഈ നിലമ്പൂർ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ബുക്ക് ചെയ്ത് നിലമ്പൂർ വരെ എത്തുന്ന ട്രെയിനിൽ സ്വയം പിച്ചി നോക്കിയോ സത്യമാണോ? ഞാൻ ബുക്കൊന്നും ചെയ്തു പോയില്ല. ഞാൻ മിക്കവാറും എല്ലാ ലോക്കലിലായിരിക്കും പോകുന്നത്. ഞാനിങ്ങനെ തേർഡ് എ സിയോ അല്ലെങ്കിൽ സെക്കൻഡ് എ സിയോ ഒന്നും ഒരുപാട് ഉപയോഗിക്കാത്ത ആളാ. സ്ലീപ്പർ തന്നെ പോയാൽ തന്നെ വലിയ ഭാഗ്യം. അപ്പൊ ഇപ്പൊ ആളുകളൊക്കെ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അസുഖം വരും, അതുകൊണ്ടാണ് ഇപ്പൊ ബുക്ക് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ ബുക്ക് ചെയ്തൊന്നും പോകത്തില്ല. അപ്പോഴത്തെ ഒരു മൈൻഡ് നമുക്ക് ഉള്ളിൽ വരുമല്ലോ, ഓ എനിക്ക് പോണം, എനിക്കൊന്ന് പോയി നോക്കണം. അത് വരുമ്പോ അപ്പൊ തന്നെ പോകും. പക്ഷെ ഈ ജോലി സമയം ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടൈം ഉണ്ടല്ലോ, എന്റെ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടൈം, ആ സമയത്തായിരിക്കും ഞാൻ മിക്കവാറും പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ ചിന്തിക്കും എവിടെയെങ്കിലും പോണം. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പോയ സ്ഥലമാണ് നിലമ്പൂര്. അവിടെ എത്തിയപ്പോ എനിക്ക് തോന്നി എനിക്ക് പോണം. അതേപോലെ പോയൊരു സ്ഥലമാണ് കൽപ്പാത്തി. കൽപ്പാത്തി അഗ്രഹാരം ഇല്ലേ? അപ്പൊ ഈ അഗ്രഹാരം ഒന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ, നമുക്ക് പത്തനംതിട്ട അഗ്രഹാരം ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പാലക്കാട് നല്ല സ്ഥലമാണ്, കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കൽപ്പാത്തി പോവാ, കൽപ്പാത്തിയിൽ കോല ഇടുമല്ലോ, അപ്പൊ അതൊക്കെ കാണാം. അങ്ങനെ ഞാൻ ഇതേപോലെ കൽപ്പാത്തിയിലും ഇതേപോലെ തന്നെ പോയിട്ടുണ്ട്. ഈ കൽപ്പാത്തിയിൽ ചെന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? കൽപ്പാത്തി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മള് അഗ്രഹാരത്തിലൊക്കെ കയറി കണ്ടോ? അഗ്രഹാരത്തിൽ കയറി കണ്ടു. അതേപോലെ തന്നെ കുറെ അവിടുത്തെ കുറെ തിരുമേനിമാരൊക്കെ ഇല്ലേ, അവിടുത്തെ കുറെ അമ്മമാര്, അവരെയൊക്കെ ഞാൻ കണ്ടു. കുറെ ആളുകളോട് പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ മുസ്ലിം ആണെന്നൊക്കെ പറയുമ്പോൾ അവരെന്നെ മാറ്റി നിർത്തും, അയിത്തമാണെന്ന് പറയും, എന്നോട് പോവാൻ പറയുന്നൊക്കെ ഞാൻ ചിന്തിച്ചേ. പക്ഷെ അതൊന്നും അവരെന്നോട് പറഞ്ഞില്ല. അവര് കോല ഇടുന്നത് മുഴുവനും എന്നെ അവിടെ നിർത്തി കാണിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ കോല ഇടുന്നത്, ഇത് ഇന്ന സാധനം കൊണ്ടാണ് ഇടുന്നത്, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അവര്. അതൊരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ലൈക്ക് നമ്മളൊന്ന് ഇറങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ കേട്ടതും അല്ല ആളുകളെ കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ എന്നിട്ട് എന്താ വേണ്ടേ? തൃശ്ശൂര് പോയിട്ട് അമ്പലം കണ്ടു, വടക്കുന്നാഥിൽ പോയി. ഞാനത് പറയാൻ വരുമായിരുന്നു. വടക്കുന്നാഥിൽ പോയിട്ട് ഇതും എനിക്ക് പേടി അകത്തേക്ക് കയറാനൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് അവിടെയൊക്കെ നോക്കി, അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി, അവിടുത്തെ രീതിയൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി. പിന്നെ ഞാൻ കയറിയത് കണ്ടു, നല്ല ഭംഗി, എല്ലാ സ്ഥലങ്ങളും ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേരളമാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കേരളമാണ്. ഇവിടെ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി ഇല്ലേ, നമ്മുടെ സ്ഥലം എന്നുള്ളൊരു സുരക്ഷിതത ഇല്ലേ, അത് പുറത്തോട്ട് പോയാൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് നമുക്ക് നോർത്ത് ഇന്ത്യയിലാണെങ്കിലും കിട്ടത്തില്ല, നോർത്ത് ഈസ്റ്റിലാണെങ്കിലും കിട്ടത്തില്ല, വേറൊരു രാജ്യത്തിലാണെങ്കിലും കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഒരു ചേട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനെ വിളിക്കാന്ന് വെച്ചോ, ഉറപ്പായിട്ടും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താ മോളെ എന്താ പറ്റിയെന്ന് ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെ എനിക്ക് ധൈര്യമുള്ള ഒരേ ഒരു സ്ഥലം കേരളമാണ്. വേറൊരു സ്ഥലത്തും എനിക്ക് ആ ഒരു വിശ്വാസമില്ല. വേറെ ആരെ വിളിച്ചാലും അവര് ബയ്യാന്ന് വിളിക്കുമ്പോൾ ഉടനെ ഓടി വരും, അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്കില്ല. പക്ഷെ ഇവിടെ ആണെങ്കിലും ഉറപ്പാ, ചേട്ടാന്നോ അണ്ണാന്നോ വിളിച്ച ആരെങ്കിലും ഒരാൾ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ വടക്കുന്നാഥന് കയറിയപ്പോ ഈ തട്ട വിട്ടോണ്ട് തന്നെയായിരുന്നു? അല്ലല്ല, ഞാൻ ട്രാവൽ പോകുമ്പോഴത്തേക്ക് തട്ടം അധികം യൂസ് ചെയ്യാറില്ല. പ്രധാനമായിട്ട് നോർത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ തട്ടം അധികം ഉപയോഗിക്കാറില്ല. അങ്ങനെ തട്ടം അധികം ഉപയോഗിക്കാറില്ല. വർക്കിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ പോകുമ്പോഴത്തേക്കും തട്ടം ഒരുപാട് ഉപയോഗിക്കാറൊന്നുമില്ല. ട്രാവലിംഗ് നമ്മുടെ സോളിനെ ഫ്രീ ചെയ്ത് വിടുകയാണെന്ന് എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അതേപോലെ സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് ട്രാവലിംഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അത് നമുക്ക് അൺകൺട്രോളബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു പാറി പറന്ന് നടക്കാന്ന് പറയത്തില്ലേ, എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്കിഷ്ടമുള്ള കഴിക്കാൻ വേണ്ടി പറ്റും, എനിക്കിഷ്ടമുള്ളത് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ട്രാവലിംഗിൽ കൂടെ മാത്രം എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു ബുക്കിന്റെ ഓഥറാണ് അല്ലേ? അതെ. ബുക്കിന്റെ പേര് സാമൂഹ്യ സ്ത്രീ. അത് ഈ ട്രാവൽ ചെയ്തതിന് ശേഷമാണോ എഴുതിയത് അതോ അതിന് മുന്നേ എഴുതിയതായിരുന്നു? ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ എഴുതിയതാ. ശരിക്കും പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് ബുക്ക് എഴുതണമെന്ന് പണ്ട് തൊട്ടേ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ബുക്ക് എഴുതണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് യാത്രയുടെ ബുക്കായിരിക്കും ഞാൻ ഫസ്റ്റ് എഴുതുന്നതെന്നാ.
പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറ്റി ചിന്തിച്ചു, യാത്ര എഴുതണ്ട, ഈ സ്ത്രീകളെ പറ്റി തന്നെ എനിക്കൊരു ബുക്ക് എഴുതണം. ഞാൻ ഒരു സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരാളാണ് മെയിനായിട്ട്. അതെന്താ ഒരു ഒച്ച കുറച്ചിട്ട് സ്ത്രീപക്ഷവാദി അവർക്ക് പറയൂ, ബി പ്രൗഡ്. അതെ, ഞാനൊരു മെയിനായിട്ട് നോക്കുന്നത് സ്ത്രീകളെ നോക്കുന്ന ഒരാളാണ്, സ്ത്രീകളെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ പുരുഷന്മാരെ പറ്റി ചിന്തിക്കുന്നില്ല എന്നല്ല, പക്ഷെ ഞാൻ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ മഹിളാ മന്ദിരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളെയാണ്, ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതും സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീകളുടെ സ്ട്രഗിൾസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് പുരുഷന്മാർക്ക് സ്ട്രഗിൾസ് ഇല്ല, അല്ലെ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല, അവർക്കും എല്ലാ തരത്തിലുള്ള അബ്യൂസ് നടക്കുന്നുണ്ട്, അവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ യാത്ര പോകുമ്പോഴത്തേക്കാണ് എപ്പോഴും അതൊരു വലിയ പ്രശ്നമാവുന്നതും, അതാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിങ് ആവുന്നതും. അതെ, അതേപോലെ തന്നെ ഇപ്പൊ പുസ്തകത്തിന്റെ കാര്യം നോക്കാനാണെങ്കിൽ ഞാൻ പുസ്തകം എഴുതിയത് ഒരു 10-15 ദിവസം കൊണ്ടാണ്. അതൊരു ലേഖനമാണത്, അതൊരിക്കലും ഒരു നോവലൊന്നും അല്ല, ഒരു കഥയൊന്നും അല്ല. ഞാൻ കണ്ടിട്ടുള്ള, ഞാനൊരു സ്ത്രീയാണല്ലോ, അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ അനുഭവങ്ങൾ, ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് വെച്ചിട്ട് ഒരു 50 പേജിൽ ഞാൻ എഴുതിയ ബുക്കാണ് സാമൂഹിക സ്ത്രീ. അതിന് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ബുക്ക് എന്തിനു എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ചവറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിമർശനങ്ങളിൽ മതം കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവള് തട്ട ഇട്ടുകൊണ്ട് പുറംചട്ട വെച്ചു എന്ന് വന്നിട്ടുണ്ട്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ആ ഒരു ചെറിയ ബുക്ക് എഴുതിയതിന് എന്നെ വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച ആളുകളൊക്കെ ഉണ്ട്. എന്നെ വിളിച്ചിട്ട് ഇയാൾ എന്തിനാ ഈ ബുക്ക് എഴുതിയത്, ഇയാൾ എന്തുകൊണ്ട് തട്ട ഉപയോഗിച്ചു, ഇയാളുടെ പേരിന്റെ ലാസ്റ്റ് എന്താ ഇതിനകത്ത് ഇല്ലാത്ത, ഇയാൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ എന്ത് മറുപടി കൊടുത്തു അവർക്കൊക്കെ? ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താണ് പ്രശ്നം, ഞാൻ തട്ട വിട്ട ഫോട്ടോ ഇട്ടതാണോ, ഇത് എഴുതിയതാണോ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവിടെ മതമാണ് പ്രശ്നമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും മതമാണ് അവർ പറയുന്നത്. ഒരു മുസ്ലിം കുട്ടി എന്തുകൊണ്ട് സാമൂഹിക സ്ത്രീ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി എന്നതൊരു ചോദ്യം അപ്രസക്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രസക്തിയോടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീ ഒരു ബുക്ക് എഴുതി, ബുക്കിനുള്ള പേര് സമൂഹത്തിലെ സ്ത്രീ ഇടണമെന്നായിരുന്നു എനിക്ക്. പെട്ടെന്ന് വന്നതാണ് സാമൂഹിക സ്ത്രീ എന്ന്, വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഉള്ളിൽ ചിന്ത വന്നതാണ് സാമൂഹിക സ്ത്രീ ഇടാന്ന്. അതേപോലെ തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്തത് ബുക്ക് ഷെൽഫ് പബ്ലിക്കേഷൻസ് കൂടെയാണ്. അപ്പോൾ അവർ തന്നെയാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഇവരെ ഞാൻ വിളിച്ചിട്ട്, അല്ലെ ജിത്തു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ചേട്ടനാണ് അതിനകത്ത് മെയിൻ ആള്, ചേട്ടനാണ് പബ്ലിഷർ. അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇന്ന പോലെ ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് എഴുതിക്കും, അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു യാത്രാ ബുക്ക് എഴുതിയാലോ എന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കത്തില്ല, ഒരു സെക്കൻഡ് തോട്ട് വെച്ചിട്ട് ഈ ബുക്ക് എഴുതാം, എന്നിട്ട് ഇനി യാത്രയുടെ ബുക്ക് എഴുതാം. യാത്രാ ബുക്സ് ഒരുപാട് പേര് എഴുതുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് യാത്ര, ആ സാഹിത്യം ഭയങ്കര ഇഷ്ടമാണ്, യാത്രാ വിവരണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഞാൻ അതിലൂടെ ആണല്ലോ യാത്രകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രാ വിവരണങ്ങളൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഉമ്മാക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തു, എൻ്റെ അടുത്ത 2-3 സുഹൃത്തുക്കൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായെന്ന് അറിയില്ല, പിന്നെ മുഴുവൻ പ്രശ്നങ്ങളാണ്. അവള് ട്രാവൽ ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ് നിന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു 2 BHK ഫ്ലാറ്റ് എടുത്ത് ബാംഗ്ലൂർ നിൽക്കുകയായിരുന്നു, വർക്കൊക്കെ ചെയ്ത് ട്രാവലൊക്കെ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ നിൽക്കുകയായിരുന്നു. അതെനിക്ക് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു, അത് മറ്റൊരു ഡ്രീമായിരുന്നു. അതെ, തീർച്ചയായും ഇന്നും എനിക്കത് സാധിക്കാത്ത ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത്. ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്, ഒറ്റയ്ക്കൊരു വീടൊക്കെ എടുത്തിട്ട് നിൽക്കണം. പക്ഷെ എന്തോ എനിക്ക് കൈൻഡ് ഓഫ് എംപവറിങ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, എനിക്ക് വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാം. എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആയിട്ട് നമുക്കിരിക്കാം, നമ്മുടെ സ്പേസ് അല്ലേ അത്. വേണമെങ്കിൽ അടിച്ചു വാരാം, വേണമെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് എണീക്കുക. അതായത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പരകോടി, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെയും പരകോടി. അതാണ് ശരിക്കും. അതിൽ റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം. നമ്മുടെ ഹൗസ് ഹോൾഡിലൊക്കെ നമ്മൾ എന്താ കാണുന്നത്, നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, വൈകിട്ട് ഉണ്ടാക്കണം, നമ്മളെല്ലാം ചെയ്യണം. അതുണ്ടല്ലോ, അതിപ്പോ ഒരാൾ നമുക്കല്ലേ പറഞ്ഞു തരും, ഈ രാവിലെ എന്താ ഫുഡ് ഉണ്ടാക്കാഞ്ഞേ. ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ആരും എന്നോട് ചോദിക്കാറില്ല, നീ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല, നീ എന്തുകൊണ്ട് കഴിച്ചില്ല എന്ന് ആരും ചോദിക്കാനില്ല. പിന്നെ എൻ്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കും മോള് കഴിച്ചു എന്ന്. അതൊരിക്കലും ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല ചോദിക്കുന്നത്. കൊച്ചു കഴിച്ചോ, മോള് കഴിച്ചു, അതൊരു നമ്മുടെ സ്നേഹത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാ. ബാക്കിയുള്ളവരാരും അങ്ങനെയല്ല, നീ ഇന്ന് ഉണ്ടാക്കിയില്ലേ, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയില്ലേ. അപ്പൊ നമ്മളൊന്ന് മടി പിടിച്ചിരിക്കുന്ന പോലാണ് എല്ലാവരുടെയും ചിന്ത. ഇപ്പൊ ഞാൻ തന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പല സ്ത്രീകളെയും കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവരെല്ലാം പറയുന്നത്, ഇവർക്കൊരു വൃത്തിയില്ല, അയ്യോ ഇവർക്കൊരു എന്താ പറയുന്നത്, കറക്റ്റായിട്ട് ഫുഡ് വെക്കാൻ അറിഞ്ഞൂടാ, ഫുഡ് മര്യാദക്കല്ലേ വെക്കുന്നത്.
അങ്ങനെയാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ. മറ്റ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അതൊരു എന്താ പറയാ, മടി എന്നാ പറയുന്നത്, സെൻസ് ഓഫ് ലേസിനെസ് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ആ ഒരു എംപവർമെന്റ് ഉണ്ടാവണമെന്നാണ് എനിക്ക്. എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുള്ളപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാം, നമുക്ക് ഒരു ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കാം, പുറത്തേക്ക് നമുക്കിപ്പോൾ രാത്രി നടക്കാൻ വേണ്ടി പോകണം, നമുക്ക് തിരിച്ചു വരാൻ ഒരു സേഫ്റ്റി ഉള്ളൊരു എന്താ പറയുക ഒരു സ്ഥലമുണ്ട്, നമുക്കായിട്ടൊരു നെസ്റ്റ് ഉണ്ട്, നമുക്കായിട്ടൊരു ഹോം ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആരുമില്ല നമ്മളെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് എന്നെ പേഴ്സണലി ആൾക്കാർ അഴിഞ്ഞാട്ടക്കാരി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം തന്നെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഇവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ത്രീ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ, ഓ അവളെ വലിയ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഇവള് ഫുള്ള് പ്രശ്നക്കാരിയാണ്, ഇവള് നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവരുടെ വിചാരം നമ്മൾ ഒരു ഫുള്ളി റെബലാണ്, നമ്മൾ ഒട്ടും സോഫ്റ്റ് ഹാർട്ടഡ് അല്ലാത്ത, ഭയങ്കര ഹാർഡായിട്ടുള്ള, നമ്മൾ ഒട്ടും കൈൻഡ് അല്ലാത്ത ഒരാളെന്നാണ് പലരുടെയും ചിന്ത. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുക, എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ തോട്ട്സിൽ വന്നൊരു ബുക്ക് എഴുതുക, എനിക്കിഷ്ടമുള്ള പോലെ ട്രാവൽ ചെയ്യുക, ഇതൊക്കെ എൻ്റെതായിട്ടുള്ളൊരു ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. എനിക്കിതാരും കൊണ്ടു തന്നിട്ടില്ല, എനിക്കിതാരും എൻ്റെ കയ്യിലൂടെ കൊണ്ടു തന്നിട്ടില്ല. മോൾ അങ്ങനെ ചെയ്, മോൾ ഇങ്ങനെ ചെയ്ത് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എനിക്കായി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ലൈഫാണ്. എനിക്ക് ജസ്റ്റ് എക്സിസ്റ്റിംഗ് ആവണ്ട, എനിക്ക് അലൈവ് ആയാൽ മതി. എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള ഒരു ചിന്തയാണ് എനിക്ക് വേണ്ടത്. ഞാൻ ജീവിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ പോയത് വാരണാസിയിലായിരുന്നു, കാശിയിലായിരുന്നു. അവിടെ ചെന്നപ്പോഴും ഞാൻ എന്നോട് തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജീവിക്കുന്നു, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുന്നു. ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല, ഇപ്പോഴാണ് ആ ഒരു പോസ്റ്റ് വരെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അക്കൗണ്ട് വളരെ പ്രൈവറ്റ് ആക്കി ഇടുന്ന, എനിക്ക് തോന്നുമ്പോൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന, അത് പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോറി മാത്രമേ ഇടാറുള്ളൂ. ഒരു പോസ്റ്റ് എന്തോ ഞാൻ ഇട്ടിട്ടുള്ളൂ അക്കൗണ്ടിൽ, വേറെ ഒരു കാര്യങ്ങൾ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് സൂക്ഷിച്ചു വെക്കാനുള്ളൊരു സ്ഥലം. എനിക്ക് ചില സമയത്ത് ഹൈലൈറ്റ് ഒക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു സംതൃപ്തി കിട്ടും. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും ഹാപ്പിയാണ് എൻ്റെ കാര്യം ഓർത്തിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവരുടെ കാര്യം ഓർത്തിട്ടും ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്, അവർക്ക് എൻ്റെ കാര്യം ആലോചിച്ചിട്ടും ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റ് ഇരിക്കുന്ന പോലത്തെ ചിന്തയാണ് എനിക്ക് അപ്പോൾ വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബുക്ക് എഴുതിയപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഈ പറയുന്ന ബുക്കിന്റെ അലിഗേഷൻസും കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് പിന്നീട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള, ആദ്യം എന്താണ് നമ്മൾ എഴുതിയ ഒരു നമ്മുടെ ആദ്യത്തെ സൃഷ്ടി ആളുകൾ ഇത്തരത്തിൽ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിനെ എങ്ങനെയാണ് ചീള് കേസ് എന്നാക്കിയത്? അതായത് ഞാൻ പബ്ലിഷറെ വിളിച്ചറിയിച്ചു, ചേട്ടാ പ്രശ്നമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നേ, നല്ല നല്ല പുസ്തകങ്ങൾ എഴുതുമ്പോഴത്തേക്കാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിലൊരു കണ്ടന്റ് ഉണ്ട്, അപ്പൊ ആളുകൾ അത് വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വിമർശനം വരുന്നതെന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, എൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും ഞാൻ വിളിച്ച് കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ സമയത്ത് എൻ്റെ ബുക്കിനെ മോശം പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് എഴുതിയ ബുക്കല്ലേ. അപ്പോൾ അവരെന്നോട് ചോദിച്ചത്, ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു, ഇത് പ്രശ്നം ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ബുക്ക് സെൻസിറ്റീവ് കണ്ടന്റ് ആണ്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതണം എന്നുള്ളത് നിന്റെ ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ വരും, അത് വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. അപ്പോൾ ആ സ്ട്രെങ്ത് എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയട്ടെ. എന്നെ ഒരാൾ വിളിച്ചിട്ട്, ആ പുള്ളിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി, ഞാൻ അവിടെ പറയുന്നുമില്ല. ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ അറബിക് പ്രൊഫസറാണ്, നീ എന്ത് തോന്നിയാസ് എഴുതി വെച്ചേക്കുന്നേ, നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, ഇക്കാക്ക ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ, അങ്ങനെ ചോദിച്ചേ. അപ്പോഴത്തേക്ക് ഇയാൾ കിടന്നങ്ങ് ഷൗട്ട് ചെയ്ത് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട്, ഞാൻ മഹലിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ വേണ്ടി പോവാണ്, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, നിന്റെ വീട്ടിൽ ആളെ വിടാൻ വേണ്ടി പോവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പുള്ളി പ്രൊഫസർ ആവണമെന്നുണ്ടെങ്കിൽ പുള്ളി PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു മനുഷ്യനായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറയാൻ തോന്നിയെന്ന് അറിയില്ല. അദ്ദേഹത്തിനെ കാട്ടി എനിക്ക് ആ സമയത്ത് ഒരു 23 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ആ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ആളുകൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് അത്രയും സെൻസിറ്റീവ് ആയിരുന്നു. അതിന്റെ കണ്ടന്റ് ഒന്നുമില്ല. അവർ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയിട്ട് ഞാൻ അതിനകത്ത് സ്ത്രീകളെ മാത്രമല്ല പറഞ്ഞേക്കുന്നത്, ഞാൻ സ്ത്രീകളെ മാത്രമല്ല സപ്പോർട്ട് ചെയ്തേക്കുന്നത്, ഞാൻ സ്ത്രീകളെ അനുകൂലിച്ചും സ്ത്രീകളെ പ്രതികൂലിച്ചിട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊരിക്കലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പുസ്തകമല്ല. അതിനകത്ത് ഞാൻ പുരുഷന്മാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട്
ആളുകളുണ്ട്, ആണുങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ ആണുങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരാളല്ല. പക്ഷെ ഇവര് ബുക്ക് വായിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബുക്ക് വായിക്കാത്തതുകൊണ്ടായിരിക്കും അവർക്ക് അതിലെ കണ്ടന്റ് പിടികിട്ടാത്തത്. പ്രധാന രോക്ഷം അല്ലെങ്കിൽ അവർക്കുള്ളിലുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പെങ്കുച്ച് ബുക്ക് എഴുതി, ആ ബുക്കിന്റെ പുറകിൽ തട്ടയിട്ടൊരു ഫോട്ടോ കൊടുത്തു. അതെന്തുകൊണ്ട് അവൾ കൊടുത്തു? അവൾ എന്തുകൊണ്ട് ഫുൾ നെയിം വെച്ചില്ല? ഇപ്പൊ സുനീസ എന്നുള്ളതിന് പ്രത്യേകിച്ച് മതത്തിന്റെ ലേബലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ ഫുൾ നെയിം കൊടുക്കണമായിരുന്നു എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവരൊക്കെ പറയുന്ന കേട്ടിട്ട് ഞാൻ ബുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? അപ്പം വേറൊരു സൈഡിൽ നിന്നുള്ള ആളുകൾ തുടങ്ങും, ഇവളെന്തുകൊണ്ട് ഇങ്ങനത്തെ പുസ്തകം എഴുതി, അല്ലെങ്കിൽ വേറെ തരത്തിൽ ഈ കണ്ടന്റ് എന്തുകൊണ്ട് എഴുതി, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഈ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ 100% ആളുകളെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ സുനീസ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട്, സൊസൈറ്റീനെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ സുനീസ, നമ്മളെല്ലാവരും ഈ സൊസൈറ്റിയിലുള്ളവരാണ്. നമുക്കൊരിക്കലും ജോജുവിലെ ഡയലോഗ് പറയാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്നുണ്ട് സുനീസ. 2 തരത്തിൽ ഓവർകം ചെയ്യുന്നു. ഒന്നൊരു പെൺകുട്ടി എന്ന നിലയിലും പിന്നെ മതത്തിനെ ബേസ് ചെയ്തും ചെയ്യുന്നുണ്ട്. ഇത് സുനീസ കുറച്ച് മുമ്പ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ ജീവിച്ചിരിക്കുക, അതായത് ഞാൻ ശ്വാസം വിടുന്നുണ്ടെന്ന് എന്നെ തന്നെ ബോധിപ്പിക്കുക എന്നുള്ളത്. സുനീസ ഇങ്ങനെ ചെയ്യുമ്പോൾ സുനീസയ്ക്ക് ഇത് ആർജിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായി. സുനീസേനെ പേരൻസ് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ചെയ്തു. പക്ഷെ പേരൻസിന് എത്രത്തോളം ഇത് ആദ്യകാലങ്ങളിൽ കൺവേ ആയി, അല്ലെങ്കിൽ അവരെത്രത്തോളം സുനീസയുടെ പേരിൽ, സുനീസ കുറച്ചും പറഞ്ഞു എൻ്റെ പേരൻസ് എന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. ഇവ അഭിമാനിക്കുന്നതിന് മുൻപ് ഇപ്പം ഈ പറഞ്ഞ പുസ്തകം എഴുതിയപ്പോഴായിരിക്കാം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തായിരിക്കാം, അവരെ എങ്ങനെയായിരുന്നു സൊസൈറ്റി? കാരണം അവർ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ സൊസൈറ്റിയിലാണെന്ന് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ആക്കില്ല. പക്ഷെ അവർക്ക് ചെവിയുണ്ട്. അതെ, പേരൻസിന് എപ്പോഴും ചെവിയുണ്ട്, സൊസൈറ്റിയിലേക്ക് ഒരു ചെവിയുണ്ട്. ആ ചെവിക്ക് എങ്ങനെയാണ് അവർ മറുപടി കൊടുത്തത്? അതായത് ഇവർ അഭിമാനിക്കുന്നത് ഈ സമീപകാലത്താണ്, ഇപ്പോഴാണ് അഭിമാനിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അത് അവർക്ക് മനസ്സിലായി, എന്നിലൊരു വിശ്വാസം വന്നു അവർക്ക്. ഞങ്ങളൊക്കെ ഇന്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം അവർക്കൊരു വിശ്വാസം വന്നു, എന്റെ മോള് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, എന്റെ മോൾ എവിടെ പോവാണെങ്കിലും അവൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വന്നോളും. അവള് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും കിടന്നുറങ്ങിക്കോളും, അവളെ എങ്ങനെയാണെങ്കിലും പോയിട്ട് വന്നോളൂ എന്നൊരു ചിന്ത ഇപ്പോഴാണ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങിയത്. അതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ, പകുതി കാര്യങ്ങളും ആളുകൾക്ക് അറിയത്തില്ല. ഞാൻ ട്രിപ്പ് പോകുന്ന കാര്യം ഇപ്പൊ എന്റെ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾക്ക് പോലും ഇപ്പോൾ പകുതി ആൾക്കാർക്കും അറിയത്തില്ല. ഇൻസ്റ്റഗ്രാമിലുള്ള 1-2 പേര് വല്ലപ്പോഴും ഞാനിടുന്ന സ്റ്റോറികൾ കാണുന്നുണ്ട്, അങ്ങനെ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ ഒരുപാട് അവരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലാനോ അവർക്ക് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ആ രീതിയിൽ എനിക്കൊരു റെബൽ ആവണമെന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. അപ്പോ ഇപ്പൊ പറയുമ്പോ വീട്ടുകാർ പ്രതികരിക്കുന്നത്, അവള് പൊക്കോട്ടെ, അവള് ജീവിക്കുന്നുണ്ടല്ലോ, അവളുടെ ലൈഫല്ലേ, അവള് പോയി കാണട്ടെ. നമുക്ക് കാണാൻ പറ്റാത്തത്, നമുക്ക് കാണാൻ സാധിക്കാത്തത് അവളെ കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അങ്ങനെ ഇപ്പൊ പ്രതികരിക്കുന്നത്. സുനീസ തന്നെ പറയുന്നുണ്ട്, പേരൻസ് ഭയങ്കര ഹാപ്പിയാണ്, ഇപ്പൊ അവര് ഭയങ്കരമായിട്ടും എന്താ പറയുക, അവർക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സുനീസയുടെ ഈ ട്രാവലിങ്ങിന്റെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻബോക്സിൽ വന്ന ആരെങ്കിലും, അയ്യോ ഞങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാ ചേച്ചി വീട്ടിൽ സമ്മതിപ്പിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാ ചേച്ചി ഇതിൻ്റെയൊക്കെ ഒരു ഇത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കുറെ പേര്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മെയിൻ ആയിട്ട് വന്ന് ചോദിക്കുന്നത് സ്ത്രീകളാണ്. അപ്പൊ കുറെ പെൺകുട്ടികളുണ്ട്. അപ്പോ ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പോ ചേച്ചി എങ്ങനെ ചേച്ചി പോകുന്നേ, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് തൊട്ട് എല്ലാ പ്രശ്നങ്ങളുള്ള ആളുകളാണല്ലോ. അപ്പോ ആളുകൾക്ക് അറിയണം എങ്ങനെയാ പോകുന്നേ, എങ്ങനെ മാനേജ് ചെയ്യും. ഈവൻ മെൻസ്ട്രൽ കപ്പാണോ അതോ പാഡാണോ ഉപയോഗിക്കുന്നതെന്ന് വരെ ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് അറിയണം അത്. അപ്പൊ അത്ര എക്സൈറ്റഡ് ആണ്. അപ്പൊ എനിക്ക് അവരൊരു ഇൻസ്പിറേഷൻ ഐക്കണായിട്ട് നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു പ്രിവിലേജ് ആണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തില്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ തന്നെ നേടിയെടുത്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സന്തോഷമാണ്. അയ്യോ, അവരും ചോദിക്കുന്നുണ്ടല്ലോ. എന്നോട് ആരും അങ്ങനെ ചോദിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇവര് വന്ന് ചോദിക്കുന്നു, എങ്ങനെയാ ചേച്ചി പോകുന്നത്, അല്ലെങ്കിൽ ചിലരൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ വന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ യാത്രക്കിടയിൽ ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ ഇവരാണെങ്കിലും ചോദിക്കും, നമുക്ക് അടുത്ത യാത്ര ഒരുമിച്ച് പോയാലോ? ഞാനിപ്പോ ഡൽഹിയിൽ പോയപ്പോ ഒരു പുള്ളിക്കാരിയെ പരിചയപ്പെട്ടായിരുന്നു. 2-3 പേരെ പരിചയപ്പെട്ടു. ഇവരെല്ലാരും പറഞ്ഞത് നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ഒരുമിച്ച് പോകണം. ഞാൻ ചേച്ചിയുടെ പറഞ്ഞില്ല, നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ 2 പേരും മാത്രമായിട്ട് നമുക്കൊരു ട്രിപ്പ് പോവാ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളൊന്ന് ഇൻഡിപെൻഡന്റ് ആവുക, നമ്മുടെ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കുക. ചിലപ്പോൾ ആളുകൾ നമ്മളെ അഹങ്കാരിന്നോ നമ്മളെ പ്രശ്നക്കാരിയാന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും, നല്ല ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ അഭിപ്രായങ്ങളും മാറും.
പിന്നീട് നമുക്ക് തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കും നമ്മളെ മനസ്സിലാവും. നമ്മൾ നമ്മുടെ തത്വശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ, അതിലെപ്പോഴും ഉറച്ചു നിൽക്കുക. ഇത് തന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പൊ അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ എന്നോട് ചോദിക്കും, എങ്ങനെ ക്ലാസ് എടുക്കുക, ഇനി എന്ത് പഠിക്കണം ഇതിനു വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും അവർ ചോദിക്കും, ഇപ്പോൾ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എങ്ങനെയാ സൈക്കോളജി പഠിക്കുന്നത്, എങ്ങനെയാ അത് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അത് എല്ലാം ചോദിക്കുമ്പോഴത്തേ എനിക്ക് സന്തോഷമാണ്. ഒരാൾ ആഗ്രഹിച്ചു വന്ന് ചോദിക്കുകയല്ലേ, അവർക്ക് ആഗ്രഹം ഉണ്ടല്ലോ, അത് മുന്നോട്ട് പോകണം, എനിക്ക് ഇതുപോലെ ചെയ്യണം, ആ ഒരു ഐക്കണാവാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ സുനീസ് ഇപ്പൊ ഇതുവരെ എത്ര സ്ഥലങ്ങളിൽ കൂടെ പോയി ഇന്ത്യക്കകത്ത് തന്നെ? ഇന്ത്യക്കകത്ത് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റത്തില്ലല്ലോ, ചെറിയ സ്ഥലങ്ങളൊക്കെ വിട്ടുപോവല്ലോ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പോയത് നോർത്ത് ഈസ്റ്റിലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ചിറാപുഞ്ചി പോയെന്നൊക്കെ. അപ്പോൾ അത് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. അതേപോലെ സിക്കിമിൽ പോയിട്ടുണ്ടായിരുന്നു, കൊൽക്കത്തയിൽ പോയിട്ടുണ്ടായിരുന്നു, വെസ്റ്റ് ബംഗാൾ പോയി, ആ വഴി ഞാൻ ഭൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു, നാഗാലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. നാഗാലാൻഡ് എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നാഗാലാൻഡിനെ പറ്റി ഞാൻ അറിയുന്നത് +1 +2 പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, ഫുള്ള് പാമ്പുള്ള സ്ഥലമാണ് നാഗാലാൻഡ്, അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ നമ്മൾ ചെല്ലുവാണെങ്കിൽ നമ്മളെ പാമ്പ് കടിക്കും, റോഡിലൊക്കെ പാമ്പ് കിടക്കുക. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പാമ്പിന് ഭയങ്കര പേടിയാ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തോ ചെയ്യും, ഇങ്ങനെ പോവും, എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആള് നാഗാലാൻഡിൽ എന്തോ നിന്ന ആളെങ്ങാണ്ട. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ഒന്നും പോകത്തില്ലായിരിക്കും, നീ ഒന്നും പോകത്തില്ലായിരിക്കും, നീ ഒന്നും അങ്ങനെ പോകാനുള്ള സാഹചര്യം ഇല്ലല്ലോ, പോകത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ നാഗാലാൻഡിൽ പോയി. ഞാൻ നാഗാലാൻഡ് കണ്ടു, പക്ഷെ അവിടെ പാമ്പൊന്നും കടിക്കുന്ന പാമ്പിനെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ പോയ വഴി പാമ്പിനെ കണ്ടിട്ടില്ല, പാമ്പ് അവിടെ ഇല്ലായിരുന്നു. എനിക്ക് ഇനിയിപ്പോ പാമ്പ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. പക്ഷെ നാഗാലാൻഡിന്റെ അർത്ഥം നാഗാസ് താമസിക്കുന്ന സ്ഥലം. അതെ, അതൊരു കമ്മ്യൂണിറ്റി ആണ്. നാഗ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പാമ്പെന്നാ, അവിടെ നിറച്ച് പാമ്പാണെന്നാ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നാഗാലാൻഡിനെ പറ്റി കേട്ട് വേറൊരു കാര്യം, പട്ടിയിറച്ചി തിന്നുന്ന സ്ഥലം. അതാണ് ഞാൻ നാഗാലാൻഡിനെ പറ്റി കേട്ടിട്ടുള്ളത്. പട്ടിയിറച്ചി കഴിക്കുന്നുണ്ട് അവര്, പക്ഷെ അത് അവരുടേതായിട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടായിരിക്കുമല്ലോ. അവര് ചെറുതിലെ തൊട്ട് ജനിച്ച് പഠിച്ച് വളർന്നു വന്ന കാര്യങ്ങൾ അത് അവർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവരെ തിരിച്ചു കടിക്കുന്നതും തിരിച്ചു കടിക്കാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാത്തിനെയും ഭക്ഷിക്കും. അത് അവരുടെ രീതിയാ. പക്ഷെ എനിക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. ഞാൻ ആദ്യമായിട്ട് ഇയലിനെയൊക്കെ ഇങ്ങനെ വറുത്തിട്ടേക്കുന്ന കാണുന്നത്. ഇയലിനെയൊക്കെ വറുത്തിട്ടേക്കുന്നു. അതേപോലെ തന്നെ ഈ നെസ്റ്റ് ഇല്ലേ, തേനീച്ച കൂടില്ലേ, ആ തേനീച്ച കൂടിനകത്തുള്ള തേനീച്ച ഉൾപ്പെടെ ഇവർ പുഴുങ്ങി കഴിക്കും. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ കൂടെ ഞാൻ നാഗാലാൻഡിൽ പോയപ്പോൾ എനിക്കൊരു ബയ്യെ കിട്ടി. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്കും എനിക്ക് പുതിയൊരാളെ കിട്ടും. അവരുമായിട്ട് ഞാൻ സംസാരിക്കും. അവരുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ കൾച്ചർ പഠിക്കുന്നത്. എനിക്ക് ആ കൾച്ചർ കിട്ടുന്ന അവരുടെ അടുത്ത് നിന്നാണ്. അവരോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെ ആയിരുന്നു? അപ്പൊ നമ്മുടെ കുട്ടിക്കാലം പറയത്തില്ലേ, ചെറുതിലെ നമ്മുടെ അച്ഛനമ്മമാര് പറയത്തില്ലേ, ചെറുതിലെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാടും മലയൊക്കെ നടന്നു കയറിയിട്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ, ചെറിയ പ്രായത്തിൽ ഇവർക്ക് കഴിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇവർ ഈ ചീവീടിനെയും അവിടെ ഇരിക്കുന്ന വണ്ടിനെയൊക്കെ പറക്കി കഴിച്ചിട്ടാണ് നടന്നു പോകുന്നത്. അപ്പൊ ഈ നടന്നു പോകുന്ന വഴിക്ക് ഇവർ ഒരുപാട് ജീവികളെ കാണും. അതിനെല്ലാം ഇവർ പച്ചക്ക് തിന്നുന്ന എന്നോട് പറഞ്ഞ പുള്ളി. അവരവിടെ വെച്ച് അടിച്ചിട്ട് അവരാ ഈ മൊസ്കിറ്റോ ഇല്ലേ, മൊസ്കിറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരാ. അപ്പൊ അവരാ എന്തിനെ കിട്ടിയാലും അവർ കഴിക്കും. അവര് പറയുന്നത് അവരുടെ ദാരിദ്ര്യമായിരുന്നു അത്. ആ സമയത്ത് അവർക്ക് ദാരിദ്ര്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കഴിക്കാൻ ഇന്ന സാധനങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് എന്നോട് പറഞ്ഞത്. അത് കുറെ കൂടെ മാറി. പകുതി ആളുകളും ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഞാൻ കുറച്ച് ആളുകളോട് ചോദിച്ചായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരാൾ മാത്രമാണ് എന്നോട് ജെനുവിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇവർ അവിടെ പട്ടിയിറച്ചി കഴിച്ചില്ല എങ്കിൽ ബോഡി വീക്ക് ആവുന്നാ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ പനി വന്നാല് പറയത്തില്ലേ, നിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞു എന്ന് പറയുന്നതിൽ കൂടെ നീ പട്ടിയിറച്ചി കഴിക്കുന്നില്ല, ഇപ്പൊ നീ പട്ടി സൂപ്പ് കഴിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്നാണ് അവിടെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ, പ്രോവർബ് പോലാണ് അത്. അങ്ങനെയാണ് സംസാരിക്കുന്നവരവിടെ. ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ മൊത്തം സ്ഥലങ്ങളിൽ. ഇപ്പോൾ ലൈഫിൽ ഇപ്പം നമ്മൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോകും, യാത്ര പോകും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ബാഡ്, അത് ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരു നോട്ടമാകാം. നമ്മൾ ലേഡീസ് അല്ലേ, പെട്ടെന്ന് നമ്മൾ പാനിക്കാകും. അങ്ങനെ എന്തെങ്കിലും ഈ ലൈഫ് ഇങ്ങനെ ത്രൂ ഔട്ട് യാത്രയിൽ ഇപ്പം ഇത്ര കുറേ സ്ഥലങ്ങൾ സഞ്ചരിച്ചു, എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ്, അത് മനുഷ്യനിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, ഇപ്പൊ നമ്മൾ പേടിച്ചു പോയാൽ ഇപ്പൊ ഒരു പാമ്പിനെ കണ്ട് പേടിച്ചതാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
എനിക്ക് മനുഷ്യന്മാരെയാണ് പേടിയുള്ളത്. എനിക്ക് മൃഗങ്ങളെ ഒന്നും വലിയ പേടിയില്ല. അവർക്ക് നമ്മളോട് കുറച്ചും കൂടെ സ്നേഹവും അഫക്ഷനും ഒക്കെ ഉണ്ടാവും. എനിക്ക് എപ്പോഴും പേടി മനുഷ്യന്മാരെയാ. പക്ഷെ എനിക്ക് ഏറ്റവും വിശ്വാസവും ഏറ്റവും സ്നേഹം മനുഷ്യന്മാരിൽ തന്നെ. ഞാൻ പോയിട്ടുള്ള ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 10 ബാഡ് ന്യൂസ് ഉണ്ടായിരിക്കും. എപ്പോഴും 10 ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഡൽഹി പോയ സമയത്ത് ഫസ്റ്റ് ടൈം ഡൽഹി പോവാണേ, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ നൈറ്റാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പുള്ളിക്കാരനുമായിട്ട് ഞാൻ കമ്പനിയായി, അവിടെ ഡൽഹിയിലുള്ളൊരു പുള്ളിക്കാരൻ. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയണമല്ലോ, എനിക്ക് കഥകളൊക്കെ അറിയണം. അപ്പോൾ ആ പുള്ളിയുടെ ലൈഫൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പുള്ളി എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് മോളെ, ഹിന്ദിയിലാണ് ചോദിക്കുന്നത്, മോളെ പൈസയൊക്കെ വേണ്ടേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ എനിക്ക് അർത്ഥം മനസ്സിലായില്ല എന്താന്ന്. ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും ചോദിക്കുക എന്നോട്, മോളെ വരുന്നോ, പൈസക്കൊക്കെ ആവശ്യമുള്ളതല്ലേ, വരുന്നോ എന്ന് വെച്ചാൽ പുള്ളിയോട് പോയി കിടക്കാനാണ് അദ്ദേഹം പറയുന്നത് എന്നോട്. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. ഞാനപ്പോൾ അവിടെ നിന്ന് പോലീസിനെയൊക്കെ വിളിച്ച്, ഞാനാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അയ്യോ എന്നോട് എന്തിനാ ഇവരിത് ചെയ്തേ, ഫസ്റ്റ് ടൈം ട്രിപ്പൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോവാ, അപ്പൊ ഇവരെന്നോട് എന്തിനാ ഇത് പറഞ്ഞേ, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളായപ്പോ എനിക്കിതങ്ങ് സ്ഥിരമായി. ഇപ്പൊ വരുമ്പോ തന്നെ സ്മെല്ല് ചെയ്യും, അടുപ്പിക്കത്തില്ല. ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല ആരെയും. ഞാൻ അങ്ങ് തിരിഞ്ഞൊക്കെ ഇരിക്കും, ആരെങ്കിലും കാണുവാണെങ്കിൽ തന്നെ തിരിഞ്ഞിരിക്കും. പിന്നെ എനിക്ക് വിശ്വാസമുള്ള സ്ത്രീകളെയാ, അവര് വലിയ പ്രശ്നമില്ല. സ്ത്രീകളെയും ട്രാൻസിനെയും എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള അവർ രണ്ടു കൂട്ടര്. ട്രാൻസിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാര്യം നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ചോദിക്കാനായിരിക്കും വരുന്നത്. ഒരു സൈഡിൽ അവരെ പറ്റിയിട്ട് ബാഡായിട്ട് ഒരുപാട് ഇമേജസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ എനിക്ക് ഇതുപോലെ ഒരു നോർത്ത് ഈസ്റ്റ് ഞാൻ പോയപ്പം അവിടെ ഒരു സ്ഥലത്ത് വെച്ച് എനിക്കൊരു തലകറക്കം ഉണ്ടായി. ഞാൻ കൊൽക്കത്തയിൽ പോയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്നും തല കറങ്ങി. അപ്പോൾ അവിടെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു വുമൺ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വെള്ളമൊക്കെ വാങ്ങി തന്നു. നമ്മൾ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ബഗ്ഗേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്ന് എപ്പോഴും നമുക്കൊരു ഉള്ളിൽ എപ്പോഴും ഒരു ചിന്തയുണ്ട്. ആളുകൾ ഭയങ്കര പ്രീ ജഡ്ജ്മെന്റലാണ്, ആരെ കണ്ടാലും ജഡ്ജ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ബാഗ് തൂക്കി ഇറങ്ങുന്നുണ്ട്, രണ്ടു തരത്തിൽ ചിന്തിക്കാം, അയ്യോ ദേ അവള് കുറെ അടുത്ത് പോകുന്നുണ്ട്, കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ടെന്നും ചിന്തിക്കാം. ഇവൾ ഇത് എവിടെ പോവുക, ഇവള് പ്രശ്നക്കാരിയാണോ, അല്ലെങ്കിൽ ഇവൾ എപ്പം നോക്കിയാലും ബാഗും തൂക്കി ഇറങ്ങുക, ഇവള് വീട്ടിൽ നിന്ന് ഇവളെ അഴിച്ചു വിട്ടേക്കുവാണോ, അങ്ങനത്തെ ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതേ ബേസിലാണ് ഈ ട്രാൻസിനെ എപ്പോഴും കാണുന്ന ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സിനെ. പക്ഷെ ഞാൻ എപ്പോഴും പറയുമ്പോൾ സ്ത്രീകള്, പുരുഷന്മാര്, ട്രാൻസ്, അത് എത്ര പേര് അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ അതാണ്. എപ്പോഴും എന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സും ഹംബിൾനെസ്സും വരുന്നത്. ഞാൻ എപ്പോഴും ഹംബിളായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഞാൻ മിനിമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മിനിമൽ ലൈഫ്, ഒരു ചെറിയ ലൈഫ്. എപ്പോഴെങ്കിലും പോക്കറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഭാഗ്യത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വട്ടം എന്തോ എൻ്റെ കയ്യിലിരുന്ന ഒരു 5000 രൂപ എങ്ങനെയോ പോയി, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെങ്ങനെ പോയത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനുശേഷം ഫോൺ പേ, ഗൂഗിൾ പേ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഭയങ്കര കെയർ ചെയ്യും. എല്ലാ സാധനത്തിനും മണ്ടയിലൊക്കെ കയറി കിടക്കുന്നത്. എന്റെ ബാഗിന്റെ മണ്ടയ്ക്ക് ഞാൻ കയറി കിടക്കും. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ വയറ്റിനകത്തൊക്കെ എടുത്തു വെക്കും. മറ്റേ ഹുഡി ഉണ്ടായിരിക്കും, എപ്പോഴും ഹുഡിക്ക് അകത്തോട്ട് എടുത്തു വെക്കും. പേടിയാ സാധനം പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഞാൻ ട്രിപ്പ് പോകുന്നതേ പ്രശ്നമാ. അപ്പൊ ട്രിപ്പ് പോകുമ്പോൾ മിനിമൽ ആയിട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തോരം ആയിരിക്കും കൊണ്ടുപോകുന്ന ഒരു ലഗേജിന്റെ ഒരു ഇത് എങ്ങനെയായിരിക്കും? ലഗേജ് ഞാൻ എപ്പോഴും കുറവാ കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു 3 സാധനം 4 സാധനം അതൊക്കെ ആയിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോവാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ഒക്കെ നോക്കി, ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഫുഡൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ഒരാളല്ല. ഞാൻ ലോക്കൽ കിട്ടുവാണെങ്കിൽ ലോക്കലായാലും കയറി അങ്ങ് പോകും. അതിപ്പോ എവിടെ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ. സ്റ്റേയിങ്ങും അങ്ങനെ തന്നെയാണോ നോക്കുന്നത്? ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു ആദ്യം കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ല, സേഫ്റ്റിയുടെ അല്ല എൻ്റെ കയ്യിൽ, പിന്നെ പൈസയും ഇല്ല. സേഫ്റ്റി മാത്രമല്ല, എൻ്റെ പൈസയൊന്നും ഇല്ല. പോകണം എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോള്. അവിടെ പോയി കാര്യങ്ങൾ കാണണം, എല്ലാ സ്ഥലങ്ങളും കാണാൻ, കണ്ടിട്ട് വരണം. അതിപ്പോൾ നടന്നാണെങ്കിലോ അതിപ്പോൾ വണ്ടിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് പോയാൽ മതി. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും മെയിനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം എനിക്ക് അത്രയും പൈസ ലാഭിക്കാം. അപ്പം എനിക്ക് ഒരു നേരം ഫുഡ് കഴിക്കാമല്ലോ. കൂടുതൽ പിശുക്കല്ല, കയ്യിൽ പൈസ ഇല്ല, കയ്യില് പൈസ ഇല്ല. എനിക്ക് അസൂയ കൊണ്ട് ഞാൻ പറയട്ടെ, കാരണം ഈ അവസ്ഥയിലൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും കൈ പറഞ്ഞ പോലെ പോകുന്നില്ല. ഞാൻ പണ്ട് ഗോവയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ 500 രൂപ കൊണ്ടാണ് പോയത്. പിന്നെ എൻ്റെ പൈസ ഇല്ല. ഞാനാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടല്ല പോയത്, ബാംഗ്ലൂരിൽ നിന്ന് കയറി ബാംഗ്ലൂർ ടു ഗോവ പോയ സമയത്ത് എൻ്റെ അവിടെ വരെ പോകാനുള്ള പൈസയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ച് ഒരു ബണ്ണും കഴിച്ച് അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അതിലായിരുന്നു പിടിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ അടുത്ത ബീച്ച് എവിടാണെന്ന് നോക്കിയപ്പോൾ ഇവര് ഭയങ്കര പൈസയാണ് പറയുന്നത്. അപ്പോൾ അടുത്തുള്ള ഏതോ ഒരു ബീച്ച്, ഫസ്റ്റ് ടൈം അങ്ങാണ്ട് പോകുന്ന ടൈം ആയിട്ടോ, അടുത്തുള്ള ഏതോ ഒരു ബീച്ച് ഗൂഗിൾ മാപ്പിനകത്തിട്ട്
അത് തപ്പി എത്ര ഒരു 6-7 കിലോമീറ്ററിൽ കൂടുതലുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാൻ നടന്നു പോയത്. തിരിച്ചും അതേപോലെ ഞാൻ നടന്നു വന്നു. കയ്യിൽ വേറെ പൈസ ഇല്ലല്ലോ, നമുക്ക് പോകണമല്ലോ, നമുക്കാരും തരാൻ വേണ്ടിയിട്ടില്ലല്ലോ. ഈ ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൻ സാലറി പാക്കേജ് ആണ്, ഭയങ്കര റിച്ച് ആയതുകൊണ്ടാണ് ഇത്ര ട്രാവൽ പോകാൻ വേണ്ടി പറ്റുന്നത്, കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും ചിന്തിച്ച് വെച്ചേക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ട്രിപ്പ് പോകുമ്പോഴും ആൾക്കാർ പറയുന്നത് അവിടെ വീട്ടിൽ പൈസയുണ്ട്, അല്ലെങ്കിൽ നല്ല സാലറി ഉണ്ട്. അതല്ല, ഞാൻ ആ 10 രൂപ കിട്ടുവാണെങ്കിൽ 8 രൂപ മറ്റേ ലാഭിച്ച് വെച്ചിട്ട് അതിനകത്തു നിന്ന് ഒരു 6 രൂപ എടുത്തിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകുന്നത്. അത് പക്ഷേ അതൊരു വലിയൊരു സ്ട്രഗിളായിട്ട് എനിക്ക് തന്നെ തോന്നുന്നത്. അതാ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ട്രാവലും പോകുന്നത്. പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം ഇപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ടായപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരുപാട് ആളുകൾ, പണ്ട് ആളുകൾ യാത്ര പോകും, കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. ഇപ്പം അരുണിമയുണ്ട്, ബാക്ക് പാക്കറുണ്ട്, ആഫീദ ഷെറിൻ, പിന്നെ ഒരുപാട് ആണുങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. നമ്മൾ ആകെയൊക്കെ നമ്മളൊക്കെ ഒരു യാത്ര കേൾക്കുന്ന സഞ്ചാരമായിരുന്നു നമ്മുടെ ഒരു ട്രാവലിങ്ങിൻ്റെ ഇത്. ഇപ്പം എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ എല്ലാവരും ഈ യാത്ര പോകുമ്പോഴും അവരും നമ്മളെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ പോകണം, എല്ലാവരും ഈ പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് തന്നെ സമ്പാദിച്ചും ചെറിയ ജോലി ചെയ്തുമൊക്കെയാണ് ട്രിപ്പുകൾ ചെയ്യുന്നത്. സുനീസ് അതുപോലെ തന്നെയാണ്. നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ആളുകൾ പിന്നെ നമ്മളെ സംശയിക്കും, പിന്നെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, നമ്മുടെ അക്കൗണ്ട് ഭയങ്കര ഹൈ ആണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ സ്പോൺസേഴ്സിന്റെ ചെലവിൽ പോയിട്ടുണ്ടോ, അതോ സ്വന്തമായിട്ട് തന്നെയാണ് ഇപ്പോഴും? ഇതുവരെ എനിക്ക് സ്പോൺസർഷിപ്പിന് ആരും വന്നിട്ടില്ല, എന്നോട് ആരും ചോദിച്ചിട്ടില്ല, സ്പോൺസേഴ്സ് ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് തന്നെ പോകുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ആരും വന്നിട്ട് എന്നെ ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുക, അവർ സ്പോൺസേഴ്സ് അല്ലല്ലോ, അവരോട് ചോദിക്കാം ഒരു 50 രൂപ, ഒരു 100 രൂപ അങ്ങനെ ചോദിക്കും, അതേ ഉള്ളൂ. അല്ലാതെ സ്പോൺസേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും സ്ഥലം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുണ്ടോ ഇത്രയും പോയെടുത്ത്? എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ സ്ഥലം തന്നെയാണ്, കോന്നി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് വട്ടവട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മൂന്നാർ കഴിഞ്ഞിട്ട് ഒരു 42 കിലോമീറ്റർ മേളിലോട്ട് പോകുന്ന സ്ഥലമാണ്. ഭയങ്കര രസമാണ്. ഞാൻ അവിടെ ഒരുപാട് നാൾ താമസിച്ചിട്ടുണ്ട്. ഈ 2 വർഷത്തെയും വട്ടവട ഉത്സവത്തിന് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്ന് എല്ലാവരും പറയുന്നത്, അത് ഞാൻ വട്ടവട ജീവിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത്. എപ്പോഴും ഞാൻ വട്ടവട ടോപ്പിലാണോ പോയത്? അതെ, വട്ടവട ടോപ്പിലാണ്. മറ്റേ എന്തോ ഒരു വാട്ടർഫോൾ ഇറങ്ങുന്നതിനും ചിലന്തിയാറോ, അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ, ചിലന്തിയാർ വാട്ടർഫോൾ ആണ്. നമുക്ക് അവിടെ നേരത്തെ ഒരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ അവിടെ ആയിരുന്നു, എന്റെ വീടായിരുന്നു അത്, അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങുന്നു, നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്നു, അവിടുന്ന് കുറെ പൂക്കൾ പറിക്കുന്നു, പിന്നെ കുറെ നമുക്ക് പഴങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും, പിന്നെ ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. അവിടെയുള്ള ആളുകൾ ഭയങ്കര ജനറസ് ആണ്, നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം കാണുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഹ്യൂമാനിറ്റിയിൽ സ്റ്റിൽ എനിക്കൊരു ബിലീവ് ഉണ്ടാകുന്നത്, എനിക്കൊരു വിശ്വാസം വരുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, ഈ ആളുകളൊക്കെ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, മോശം ആളുകൾ മാത്രമല്ല ഉള്ളത്, നല്ല ആളുകളുണ്ടെന്ന് എനിക്ക് ചിന്ത വരുന്നത് എപ്പോഴും ഇങ്ങനത്തെ ഉള്ള ആളുകളെ കാണുമ്പോഴത്തേക്കാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വട്ടവടയാണ്. അത് പക്ഷേ കേരളവും അല്ല, തമിഴ്നാട്ടിൽ ആ ഒരു മിഡിലിൽ നിൽക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ശരിക്കും വട്ടവട ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. മറ്റേ മഹാരാജ് പഠിച്ച അഭിമന്യു മരിച്ചതിന് ശേഷം വട്ടവട ഒന്നുകൂടെ ആളുകളിലേക്ക് എത്തി. ഈ പറഞ്ഞ മൂന്നാറിൽ നിന്ന് കുറെ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൈൻമരക്കാട്ടിൽ കൂടെ പോകുന്നു, പിന്നെ ഒരു ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ പോലെ ഞാനവിടെ ഒരിക്കൽ പോയിട്ടുണ്ട്. അത് ഭയങ്കര, ഞാൻ ടോപ്പിലാണ് താമസിച്ചത്. ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക്. ഭയങ്കര സന്തോഷം നിങ്ങളെ പോലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു എഴുത്ത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അതായത് വായിച്ച സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ സ്ഥലങ്ങളൊക്കെ പോകുക, അവിടെയൊക്കെ പറഞ്ഞ പോലെ ആളുകളെ കാണുക. അതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗുണ്ട്, ചില ആളുകളെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് ഹ്യൂമാനിറ്റിയിൽ പിന്നെയും, അതായത് എത്രത്തോളം നമ്മൾ ചില സമയത്ത് ഫെഡപ്പായി ഈ മനുഷ്യന്മാരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞാലും ചില ആളുകളെ വിശ്വസിക്കുന്നു, സ്റ്റിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരെ വിശ്വസിച്ചു. അത് നമുക്കൊരു ഹോപ്പുണ്ട്, ഇവരൊക്കെ ഉള്ളതും കൊണ്ടാണ് ബാലൻസ് ചെയ്ത് ഈ ഭൂമി നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം ഞാൻ വിളിച്ചതിൽ വന്നതിൽ. ഇനി നല്ല അടിപൊളി യാത്രകളൊക്കെ പോകട്ടെ. താങ്ക് യു സോ മച്ച്.